4 വർഷം മുൻപ് കാരശ്ശേരിയിൽ 7 കോടിയോളം രൂപ ചെലവഴിച്ച് പ്രവൃത്തി ആരംഭിച്ച വല്ലത്തായിപ്പാറ പാലം പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാറെടുത്തതെങ്കിലും മറ്റൊരു സ്ഥാപനത്തിന് സബ് കോൺട്രാക്ട് നൽകി അവർ വേണ്ടത്ര ജോലിക്കാരെ ഉപയോഗിക്കാതെ പ്രവൃത്തി നടത്തുന്നതാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്നതും 4 വർഷം മുൻപ് പ്രവൃത്തി ആരംഭിച്ച് ഇപ്പോഴും പ്രവൃത്തി പാതി വഴിയിൽ കിടക്കുന്നതുമായ കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായി കടവിൽ കാരമൂലയെയും വല്ലത്തായിപ്പാറയെയും ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിലും നിലവിൽ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് പഴകി തുരുമ്പെടുത്ത കമ്പി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതിലുമാണ് പ്രതിഷേധം ശക്തമാകുന്നത്. വല്ലത്തായിക്കടവിൽ ഇരുകരകളെയും ബന്ധിപ്പിച്ചുണ്ടായിരുന്ന വെൻറ്റ് പൈപ്പ് പാലം മഴക്കാലമായാൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്നത് പതിവായതോടെയാണ് ഇതൊഴിവാക്കാൻ 4 വർഷം മുൻപ് 7 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ കോൺക്രീറ്റ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു 16 മാസം അല്ലെ 17 മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാമായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും 4 വർഷം കഴിഞ്ഞത് 4 വർഷമായി ഇതിങ്ങനെ കിടക്കുക. കാരണം അതിൻ്റെ കാരണം ഇപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ അവിടെ വന്നു. ഇന്ന് വന്നപ്പോൾ ഇവിടെ ഒരു തൊഴിലാളിയില്ല. ഇന്നലെ ഞങ്ങളിവിടെ ഈ പാലം പരിശോധിക്കാൻ വന്നപ്പോൾ 2 പേര് പണിയെടുക്കുന്നുണ്ട് ബംഗാളികൾ. അപ്പോൾ ഇതിങ്ങനെ കുറേ ആയിട്ട് നടക്കുക. ഇങ്ങനെ പോകുമ്പോൾ 25 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കരാറെടുക്കുകയും മറ്റൊരു കരാറുകാരന് സബ് കോൺട്രാക്ട് നൽകുകയും ഈ കരാറുകാരൻ 3-4 തൊഴിലാളികളെ വെച്ച് വല്ലപ്പോഴും വന്ന് പ്രവൃത്തി നടത്തുന്നതുമാണ് പാലത്തിൻ്റെ പ്രവൃത്തി വൈകാൻ കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 4 വർഷമായിട്ട് 1-2 ബംഗാളികൾ വെച്ചിട്ടാണ് ഇത് തള്ളിയെങ്കിൽ ചില സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും തന്നെ കാണാൻ പോലും ഇല്ല. പിന്നെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഓഫീസ് അറിയില്ല, ആരാണ് കരാറെടുത്ത് അറിയില്ല. ഫസ്റ്റ് ULCC എന്ന് പറഞ്ഞ് പിന്നീട് ആരാ കരാറെടുത്ത് പോലും അറിയുന്നില്ല. വളരെ ശക്തമായുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഒരു സൂചന എന്ന നിലയിൽ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു പരിപാടി നടത്തിയിരുന്നു. ഇനി അടുത്ത പരിപാടി തന്നെ എന്ത് ചെയ്യുക, നാട്ടുകാരെ മൊത്തം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വളരെ ശക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു വൻ പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നുണ്ട്. 7 കോടി രൂപയ്ക്ക് പൂർത്തീകരിക്കേണ്ട പാലത്തിൻ്റെ പ്രവൃത്തി വൈകിയതോടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് ഇട്ട് കൂടുതൽ തുക അനുവദിക്കേണ്ടി വന്നുവെന്നും വർഷങ്ങളായി നാട്ടുകാർ യാത്രാദുരിതം അനുഭവിക്കുകയാണെന്നുമാണ് UDF പ്രവർത്തകർ പറയുന്നത്. നിലവിൽ പാലത്തിൻ്റെ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിൽ വർഷങ്ങൾ പഴക്കം ചെന്നതും തുരുമ്പെടുത്തതുമായ കമ്പികളാണ് ഉപയോഗിക്കുന്നത്. ഇത് പാലത്തിൻ്റെ ഉറപ്പിനെയും ഭാവിയെയും ബാധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഈ പാലം ഏതാണ്ട് 4 വർഷത്തോളം ഈ രീതിയിലാക്കിയിട്ടുണ്ട്. അന്ന് കൊണ്ടിട്ട കമ്പിയാണ്. ഈ മഴയും വെയിലും മഞ്ഞും ഒക്കെ കൂടി കൊണ്ട് ഇവിടെ കൂട്ടിയിട്ട, ഞങ്ങളെല്ലാവരും കാണുന്നത് ഇവിടെ കൂട്ടിയിട്ട കമ്പിയാണ്. ആ കമ്പിയാണ് ഇപ്പോൾ എടുത്തിട്ട് ഇത് ചെയ്യുന്നത് മുഴുവൻ റെസ്റ്റ് പിടിച്ചിട്ട്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കക്കാടംതൊയിൽ, കൂമ്പാറ, കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടി, തേക്കുംകുറ്റി, വല്ലത്തായിപ്പാറ പ്രദേശങ്ങളിലെ ആളുകൾക്ക് മുക്കം അങ്ങാടിയുമായും കാരമൂലയിലെ കുമാരനെല്ലൂർ വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, 2 സ്കൂളുകൾ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും കാരമൂലയിലുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന തേക്കുംകുറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരാനും ആശ്രയിക്കുന്ന പാലമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. വല്ലത്തായിപ്പാറ തൊട്ട് ഇങ്ങോട്ട് വരാൻ, അതായത് നമ്മളുടെ കാരമൂലയിലെ ഈ വില്ലേജ് ഓഫീസിലേക്കും ഡിസ്പെൻസറിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ കുട്ടികൾക്ക് എത്തിച്ചേരാനുമൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇന്ന് അവർ സഞ്ചരിക്കുന്നത്. അതായത് ഈ വല്ലത്തായിപ്പാറയിൽ നിന്നും ഊട് വഴികൾ വഴിയാണ് കുട്ടികൾ ഇന്ന് സ്കൂളിലേക്ക് എത്തുന്നത്. കുറേ കാലം പാലില്ലാഞ്ഞിട്ട് ജനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ കാലത്ത് പുഴ കൂടി ഇറങ്ങി നടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് 4 വർഷമായിട്ടുള്ളത്. പിന്നെ വല്ലത്തായിപ്പാറ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ, അതായത് 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ, ചെറിയ മക്കൾ ഫുള്ള് സ്കൂളിൽ വരുന്നത് ഈ നേരെ ഇപ്പറയുള്ള കാരമൂല ഗവൺമെൻറ് LP സ്കൂളിലാണ്. 4 വർഷമായി ഈ കുട്ടികളെ രാവിലെ രക്ഷിതാക്കൾ കൊണ്ടുവന്നാക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരെ ഉൾപ്പെടെ സംഘടിപ്പിച്ച് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് UDF പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുക്കം.